മലയാളികളുടെ എല്ലാം ഒരു അഭിമാനമാണ്. മലയാളികളെ എല്ലാം ഓർത്തിണക്കുന്ന രണ്ട് ഘടകങ്ങൾ. ഒന്ന് നമ്മുടെ പ്രിയപ്പെട്ട മലയാള ഭാഷ, രണ്ട് ഓണാഘോഷം. ഈ വർഷത്തെ ഓണാഘോഷത്തിനുള്ള പ്രത്യേകത മലയാളത്തിന് ശ്രേഷ്ഠ പദവി വർഷങ്ങളായി നമ്മൾ കാത്തിരുന്ന ഈ നാടിൻ്റെ ഒരു സ്വപ്നം സാക്ഷാത്കരിച്ചതിന് ശേഷം ആദ്യമായി നടക്കുന്ന ഓണാഘോഷം. ലോകത്തെമ്പാടുമുള്ള മലയാളികൾ സന്തോഷത്തോടെയാണ് ശ്രേഷ്ഠ ഭാഷ പദവിയെ വരവേറ്റത്. ഓണാഘോഷവും മലയാളികളെ എല്ലാം ഒന്നാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരാഘോഷമാണ്. പ്രവാസ ജീവിതം നയിക്കുന്ന മഹാഭൂരിപക്ഷം മലയാളികൾ ഇന്ന് നാട്ടിലേക്ക് വരുന്നതും അല്ലെങ്കിൽ മനസ്സിൽ കൂടിയെത്തുന്നതും ഈ ഓണനാളുകളിലാണ്. അതുകൊണ്ടാണ് ഇത് ആഘോഷത്തിനപ്പുറമുള്ള ആഘാതമായി നമ്മൾ കാണുന്നത്. അഭിനയ പ്രധാനമായ തെക്കൻ കളരി സമ്പ്രദായ ചിട്ടകൾ പിന്തുടരുന്ന അദ്ദേഹം താടിവേഷങ്ങളൊഴികെ മറ്റെല്ലാ വിഭാഗം കഥകളി വേഷങ്ങളിലും പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുണ്ട്. പുരാണബോധം, മനോധർമ്മവിലാസം, പാത്രബോധം, അരങ്ങിലെ സൗന്ദര്യ സങ്കല്പം എന്നിവ മടവൂരിന്റെ വേഷങ്ങളെ മികച്ചതാക്കുന്നു. ഇന്നീ വേദിയിൽ താങ്കളെ ഞങ്ങൾ ആദരിക്കുന്നു. അരനൂറ്റാണ്ട് കാലമായി തന്റെ സഭയിലൂടെ ഒരു കിടാവിളക്കായി സാംസ്കാരിക കേരളത്തിന് ഈ കലാരൂപത്തെ സമ്മാനിച്ച ശ്രീ തലയിൽ കേശവൻ നായർക്ക് സർക്കാരിന്റെ ആദരം. ഇതുപോലെ ഇന്ത്യയിൽ കൂടുതൽ ഫെസ്റ്റിവൽ ഇല്ല. എല്ലാത്തിനും ഒരു മതത്തിൻ്റെ ഒരു കൊണറ്റേഷൻ കാണും. പക്ഷേ ഓണത്തിന് അതില്ല. എല്ലാവരും എന്ത് മതമായാലും എന്ത് ജാതിയായാലും എവിടുന്നായാലും എന്ത് പ്രായമായാലും നമ്മൾ ഒരുമിച്ച് ഒരേപോലെ ആഘോഷിക്കും. നമ്മുടെ മഹത്തായ ഒരു പൈതൃകത്തിൻ്റെ സ്മരണ പുതുക്കുകയാണ് മലയാളി.